ധ്വംസ മാർത്താണ്ഡമീദ്യം മനോവാഗദേതം മുനിധ്യാനഗമ്യം ജഗദ്വ്യാസം നിർമ്മലം ശ്രീനാഥം. ശങ്കരൻ, രാമൻ, ഇപ്പോൾ എത്ര സ്ത്രീകളെയാണ് ഇങ്ങനെ ബലാത്കാരം ചെയ്തു കൊന്നിരിക്കുന്നത്? ഇവിടുത്തെ പോലീസുകാർക്ക് ഇതിനെക്കുറിച്ച് ഒരു തുമ്പുമാലും കിട്ടിയിട്ടില്ലേ? പുതിയ ഇൻസ്പെക്ടറും പാർട്ടിയും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഓ, ഒരു കാര്യവുമില്ല. അതാ കണ്ടില്ലേ, അവൻ ഭയങ്കര കത്തിയേറുകാരനാണ്. അന്യായമായി ചുങ്കം പിരിക്കുന്ന ഇവനെ പോലും പിടികഴിഞ്ഞിട്ടില്ല. കുമാരൻ, കൃഷ്ണകുട്ടി, വേലായുധൻ, പണം കൊടുത്തിട്ട് പോടാ. എടുക്കടാ പണം. ആകെ കിട്ടുന്ന ഇതാണ് ചേട്ടാ. ഒരു കുടുംബം മുഴുവൻ എന്നെ പ്രതീക്ഷയാണ് ഏട്ടാ കഴിയുന്നത്. പണം കൊടുത്തിട്ട് പോടാ. എന്റെ കുടുംബത്തിന് 3 നേരം കഞ്ഞിയെങ്കിലും കുടിക്കാനാണ് ചേട്ടാ നാടും വീടും വിട്ടുവന്ന് ഇവിടെ വന്ന് ഞാൻ കഷ്ടപ്പെടുന്നത്. വാചകടിക്കാതെ കാശ് കൊടുത്തിട്ട് പോടാ. ഇല്ല, ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുമ്പോൾ നിങ്ങൾക്ക് തരണം. ഞാൻ തരില്ല, ഞാൻ കാശ് തരില്ല. ഇല്ല, ഞാൻ അയ്യോ, എന്നെ ഒന്നും ചെയ്യാം. എന്റെ വീട് പട്ടിണിയായ ചേട്ടാ, എന്റെ കുടുംബം നോക്കാൻ ആരുമില്ല ചേട്ടാ. എന്റെ കുഞ്ഞിനെ ഓർത്തെങ്ങനെ എന്നെ ഒന്നിച്ചാ. ആശാനെ പോയി.
ഇൻസ്പെക്ടർ രാജൻ അവൻ എന്നെ എന്ത് ചെയ്യാൻ? വലിയ അഭ്യാസിയാണെന്നാണ് കേൾവി. അവന്റെ അഭ്യാസം കത്തിച്ചന്ദ്രനോടോ? പോകണ്ടേ? പോകാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒറ്റയ്ക്കല്ല, നിന്നെയും കൊണ്ട്. ഫാക്ടറി തൊഴിലാളി കൃഷ്ണൻകുട്ടിയെ കൊല ചെയ്തതിന് നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അനങ്ങിപ്പോരുത്. ഇതിലും വലിയ ഹേമാന്മാര് വന്നിട്ട് എന്റെ അടുത്ത് വരാൻ പറ്റിയിട്ടില്ല. ഓഹോ, ചട്ടം പിത്തനം എന്നോടുമായോ? നീ ആരാ? ദേവേന്ദ്രൻ? ഓഹോ, ഈ കാക്കി കുപ്പായത്തിന്റെ അഹങ്കാരമായി. അതേടാ, നിന്നെല്ലാം മടക്കാൻ വേണ്ടി തന്നെയാണടാ ഞാൻ ഈ യൂണിഫോം ധരിച്ചിരിക്കുന്നത്. സത്യത്തിന് നീതിക്ക് മുമ്പിൽ നീയെല്ലാം എനിക്ക് പുല്ലാണടാ. അനങ്ങിപ്പോരുത്.
ഇൻസ്പെക്ടർ, നിങ്ങളുടെ കക്ഷി മിസ്റ്റർ ബാബു ഒരു മാനസിക രോഗിയാണ്. വിവാഹത്തിന്റെ തലേ ദിവസം ജോലി സ്ഥലത്ത് വെച്ചുണ്ടായ ഒരു ആക്സിഡന്റ് അവന്റെ മുഖത്ത് വികൃതമാക്കി. പിറ്റേ ദിവസം ഭാര്യയാകേണ്ടിയിരുന്നവന്റെ കാമുകി പോലും ഈ വൈരുദ്ധ്യത്തിൽ അവനെ വെറുക്കുകയുണ്ടായി. ആ സംഭവം അവനെ ഒരു സ്ത്രീ വിദ്വേഷിയാക്കി മാറ്റി. ഈ കൊലപാതകങ്ങൾക്കെല്ലാം കാരണവും അതാണ്. ഇന്നത് മൂർധന്യാവസ്ഥയിലാണ്. ഐ സി. താങ്ക് യു ഡോക്ടർ. എന്താണ് വണ്ടിയിൽ ചായപ്പിടിയാ? ആ വയ്ക്കോ. എന്താ ഇതിനകത്ത്? ചായപ്പൊടിയാണ് സർ. തുറക്ക. എടുത്താഴെ വയ്ക്ക്. ഈ പെട്ടിയെടുക്ക്. എന്താ നിന്റെ പേര്? ഗോപാൽ. ഗോപാല, വെറുതെ കുഴപ്പത്തിനൊന്നും പോകണ്ട. ഉള്ള സത്യം പറഞ്ഞേക്ക്. ആ സാധനങ്ങളൊക്കെ എങ്ങനെയാ നിന്റെ വണ്ടിയിൽ വന്നത്? ഈശ്വരൻ സത്യം, എനിക്ക് ഒന്നും അറിയില്ല സർ. നിനക്കൊന്നും അറിഞ്ഞുകൂടല്ലേ? ഹലോ. ഹലോ ഇൻസ്പെക്ടർ, ഇരിക്കൂ. താങ്ക്സ്. ഇൻസ്പെക്ടർ, വെറുതെ ആ പാവം ഡ്രൈവറെ മർദ്ദിച്ചതുകൊണ്ട് സത്യം അറിയാൻ പോകുന്നില്ല. അയാൾ നിരപരാധിയാണ്. പിന്നെ ഇതിനു മുമ്പുള്ള പോലീസ് ഓഫീസേഴ്സ് ആരും തന്നെ ഇതൊന്നും പിടിച്ചിട്ടില്ല. അഥവാ പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നാട്ടുകടപ്പനുസരിച്ച് ഞാനത് ചെയ്തിട്ടുമുണ്ട്. താങ്കൾക്കും അത് പ്രതീക്ഷിക്കാം. മിസ്റ്റർ രാഘവൻ, ഇൻസ്പെക്ടർ രാജനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എനിക്കറിയാം. ആ ലോറി സാധനങ്ങളും എന്റേതാണ്. അതെവിടെ നിന്ന് വരുന്നെന്നോ അതിന്റെ യഥാർത്ഥ അവകാശി ആരാണെന്നോ അതെവിടെ ചെന്ന് അവസാനിക്കുന്നെന്നോ എനിക്കോ എന്നെ പോലുള്ളവർക്കോ അറിയില്ല. കാരണം ഞങ്ങൾ ഇതിന്റെ മധ്യത്തിൽ നിൽക്കുന്നവരാണ്. ഞങ്ങൾക്കതറിയേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ ഈ പദവി ഉപയോഗിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നിയമത്തിന് പോലും സ്പർശിക്കാൻ സാധിക്കാത്ത ഒരു രഹസ്യ സങ്കേതമാണത്. ഇപ്പോൾ സാധിക്കില്ലായിരിക്കും. പക്ഷേ ഈ പദവി ഉപയോഗിച്ച് ആ രഹസ്യ സങ്കേതത്തിന്റെ തലവനെയും അതിന് താഴെയുള്ള എല്ലാ കുറ്റവാളികളെയും ഞാൻ പിടിക്കും. എന്നിട്ട് ഇൻസ്പെക്ടർ രാജൻ വിശ്രമിക്കൂ. ഇൻസ്പെക്ടർ, ചായ. സാറേ 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 മുതലാളി എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. കുറ്റം ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടു. നിരപരാധിയായ ഞാനാണ് സർ കഷ്ടത്തിലായത്. എന്റെ ലൈസൻസ് 6 മാസത്തെ കട്ട് ചെയ്തു. ഇന്ന് ഞാൻ പണിയെടുത്തില്ലെങ്കിൽ ഇന്നെന്റെ കുടുംബം പട്ടിണിയാവും സർ. എങ്ങനെ എന്നെ ഒന്ന് രക്ഷിക്കണം. ഗോപാല, ഒരു കാര്യം ചെയ്യേ. ഇതാ, ഇത് വെച്ചോളൂ. അയ്യോ സർ, എനിക്ക് കാശ് വേണ്ട. വെച്ചോളൂ ഗോപാല, ഇത് ചുമ്മാ തിരികെയല്ലേ, കടമായിട്ട് തരികയാണ്. പോയൊരു ജോലി അന്വേഷിക്കും. ജോലി കിട്ടിയ നിമിഷം തിരിച്ചു തന്നാൽ മതി. വെച്ചോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, ആന്റി കറപ്ഷൻ ഓഫീസേഴ്സ് എല്ലാം ഇങ്ങോട്ട് വരുമോ? എന്താ വന്നുകൂടെ? രാജൻ കോടതിയിൽ നിന്ന് വരികയായിരിക്കും അല്ലേ? അതെ. വിധി പറഞ്ഞു. ആ റൌഡിച്ചന്ദ്രനും ബാബു ഉൾപ്പെടെ ഇത്തവണ 10 പേരെയാണ് ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുന്നത്.
സാറേ സാറേ, എനിക്ക് ജോലി കിട്ടി. കിട്ടിയോ? ആ ഗുഡ്. വീട്ടിലെല്ലാവർക്കും സുഖമാണോ? അതെ സാറേ. സാറേ, എന്റെ വീട് ഇവിടെ അടുത്താണ്. സാറിന് സമയമുണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്കൊന്ന് വരൂ. വീട്ടിലുള്ളവർക്കെല്ലാം വലിയ സന്തോഷമായിരിക്കും. ശരി, വരൂ. ആ സാറൊന്ന് എന്റെ കുടുംബത്തെ രക്ഷിച്ചു. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. വളരെ നന്ദി സർ. വേണ്ട ഗോപാൽ, ഇന്നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇല്ല സർ, സാറത് വാങ്ങിച്ചില്ലെങ്കിൽ എന്റെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല. ശരി, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എക്സ്ക്യൂസ് മീ. ആ നമ്പർ എടുക്ക്. യുവർ അണ്ടർ അറസ്റ്റ് രാജൻ. എന്തിന്? കൈക്കൂലി വാങ്ങിച്ചത്. ഞാൻ കൈക്കൂലി വാങ്ങിച്ചത് കോടതി തീരുമാനിച്ചോളൂ. ഇൻസ്പെക്ടർ രാജനെ 1 കൊല്ലത്തെ കഠിനാടവിന് ശിക്ഷിച്ചു. അവൻ എന്റെ കൈകൾക്ക് വിലക്കാൻ വന്നവനാണ്. അവൻ കൈക്കൂലിക്കാരനാണെന്ന് തെളിയിച്ചു. അവനെ ശിക്ഷിപ്പിക്കുകയും ചെയ്യും. അതാണ് രാഘവന്റെ കളി. അല്ല, ഇതാര്? ഇൻസ്പെക്ടർ സാറോ? എടാ ബാബു, ഇതാരാണെന്ന് നോക്കിയേ. സാറിന്റെ യൂണിഫോം ഒക്കെ എവിടെ പോയി? ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തോ? സാറിന്റെ നീതിയും ന്യായവും ഒക്കെ എവിടെ? ഇരുന്നട്ടെ. കമ്പി ഇറക്കലെന്നാ പറഞ്ഞു. സമ്മതിക്കൂല. കമ്പി ഇറക്കരുത്. ഇവിടെ മാറി ഇറക്കണം. പറയുന്നതാണ് നല്ലത്. ആരാണ് കമ്പി മുറിച്ചതെന്ന് പറഞ്ഞാൽ അവന് മാത്രമേ ശിക്ഷ ലഭിക്കൂ. നിങ്ങളൊരു പോലീസ് ഓഫീസറായിരുന്നു. നിങ്ങൾക്കെങ്കിലും സത്യം പറഞ്ഞുകൂടെ? ഓഹോ, നിങ്ങളും പറയില്ല അല്ലേ? ഒരാഴ്ചത്തേക്ക് ഇവർക്ക് ഉപ്പും കഞ്ഞി കൊടുക്കാവൂ. നടക്കാം. ഞങ്ങൾ നിങ്ങളെ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും
നിങ്ങൾ എന്താ ഞങ്ങളെ കാണിച്ചു? കുറ്റവാളികൾ ജയിൽ ചാടി പോകുന്നത് നീതിക്കും നിയമത്തിനും എതിരാണ്. അതിനെ തടുക്കാതിരിക്കാൻ എന്റെ മനസാക്ഷി അനുവദിച്ചില്ല. നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയതുകൊണ്ട് എനിക്കൊന്നും നേടാനുമില്ല. ഇത്രയൊക്കെ നീതി ന്യായവും നോക്കുന്ന നിങ്ങൾ പിന്നെ എങ്ങനെ ഇതിനകത്ത് ഒന്ന് പെട്ടു? വന്നതല്ല, വഞ്ചിച്ചതാണ്. എന്റെ ജീവനുണ്ടെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടൂല. ഇതിനകത്തിരുന്നാൽ അത് നടക്കും. സാറിനെ ദ്രോഹിച്ചവരോട് പ്രതികാരം ചെയ്യണമെങ്കിൽ പുറത്തു പോയോ? നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കാമെങ്കിൽ 24 മണിക്കൂറിനും ഇവിടുന്ന് പുറത്തിയാടാം. ഓഹോ, ഇൻസ്പെക്ടർ സാറ് ജയിൽ ചാടുന്നത് നിയമവിരുദ്ധമാണെന്ന് വിചാരിച്ചിരിക്കും സാറേ. പറയൂ, എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. ശരി, എന്നെ സഹായിക്കണമെന്ന് നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ എന്റെ ലക്ഷ്യം നിറവേറിക്കണം. നിങ്ങൾ എന്നോടൊപ്പം ഈ ജയിലിലേക്ക് തിരിച്ചു വരാമെന്ന് സത്യം ചെയ്യണം. അല്ല രാജ, രാജനെ വഞ്ചിച്ച് രാഘവൻ താമസിക്കുന്നത് ഒരു റെയിൽവേ സ്റ്റേഷൻ അടുത്താണെന്നല്ലേ പറഞ്ഞത്? അതെ. പിന്നെ ഈ വഴി പോകുന്നത്? നമ്മളിപ്പോ അങ്ങോട്ട് പോയാൽ പോലീസ് നമ്മളെ പിടികൂടും. പോലീസ് ശക്തമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം ആരും അറിയാതെ ഈ കാട്ടിൽ പോയി താമസിക്കാം. പോലീസിന്റെ അന്വേഷണത്തിന്റെ ശക്തി കുറയുമ്പോൾ നമുക്ക് തിരിച്ചു പോരുകയും ചെയ്യാം. അയ്യോ 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 എന്റെ ചേട്ടനെ ഒന്നും ചെയ്യല്ലേ. അയ്യോ മുതലാളി, ഇനി എന്റെ ചേട്ടനെ അടിക്കല്ലേ, അടിക്കല്ലേ മുതലാളി, ഇനി എന്റെ ചേട്ടനെ അടിക്കല്ലേ മുതലാളി, ഇനി എന്റെ ചേട്ടനെ അടിക്കല്ലേ. തുളസി, മാറി നിൽക്ക്. വിയർപ്പൊലിച്ച് പണിയെടുക്കുന്ന തൊഴിലാളി വർഗത്തെ വിലക്ക് വാങ്ങാൻ ഇവന്റെയൊക്കെ ചാട്ടവാറിന് കഴിയില്ല. നീ ഇവിടെ തൊഴിലാളി സമരം ഉണ്ടാക്കും അല്ലേടാ? അയ്യടാ, ചേട്ടാ, എന്റെ ചേട്ടനെ ഒന്നും ചെയ്യല്ലേ, എന്റെ ചേട്ടനെ ഒന്നും ചെയ്യല്ലേ, എന്റെ ചേട്ടനെ ഒന്നും ചെയ്യരുത്. ശങ്കരപ്പിള്ളേ, എന്തിനാ ശങ്കരപ്പിള്ളേ ഈ പാവപ്പെട്ടവനായിട്ട് അടിക്കുന്നത്? ജോലി ചെയ്തതിന് കൂലി ചോദിച്ചാണോ തെറ്റ്? അയ്യോ അയ്യോ, മതിയായിരുന്നു. ഇനി എന്റെ ചേട്ടനെ അടിക്കല്ലേ. ചേട്ടാ, 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 അയ്യോ അയ്യോ, അവനൊരു പാവമാണ്. അരുത് പിള്ളേ, അരുത്. താൻ പോണം കള്ളത്താൻ. അയ്യോ ആണുങ്ങളാണെന്ന് പറഞ്ഞ് നടക്കാൻ അനക്കൊക്കെ നാണമുണ്ടോടാ? നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഈ പാവപ്പെട്ടവൻ തല്ലുകൊള്ളണത്? എന്നിട്ട് അത് നോക്കി ബായി പൊളിച്ച് നിൽക്കാണ് കള്ള ഹിമാറുകള്. അന്റെയൊക്കെ കൽപ്പ കരിങ്കല്ലാണ്. വരുമടി യവനെ രക്ഷിക്കാൻ കുഴിയിൽ എണീച്ച് നിന്റെ കെട്ടിയവൻ. കെട്ടി തൂക്കണ ഇവനെ. ചേട്ടാ, ചേട്ടാ,
നമ്മളില്ലേ നമ്മൾ അതിശയിച്ചാകും. വലിയ ഉപകാരം. ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ ജീവനാണ് നിങ്ങളുടെ. ഇതെന്താണിത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ മണ്ണിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അടിമകളെ പോലെ കഴിയുന്നവരാണ് ഞങ്ങൾ. ഈ ശങ്കരപ്പിള്ളയും കൂട്ടരും ഇവിടുത്തെ പാവപ്പെട്ടവരെ ഞെക്കിപ്പിഴിയുകയാണ്. ജോലി ചെയ്തതിന്റെ കൂലി ചോദിച്ചതിനാണ് ഈ സംഭവം. ഇതിനു മുമ്പൊരിക്കൽ ഈ പാവപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിനെയും ഇവരിങ്ങനെയാണ് കൊന്നത്. നിങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നിട്ടും അവരോട് എതിർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? ഞങ്ങൾക്ക് കഴിയുന്നില്ല. ആരെങ്കിലും എതിർത്താൽ അതവന്റെ അവസാനമായിരിക്കും. പിന്നെ ഇവരെ സഹായിക്കാൻ ഈ കാട്ടിൽ ഒരു വലിയ കൊള്ളസംഘവുമുണ്ട്. പോലീസ് സഹായത്തിന് നിങ്ങൾക്ക് സർക്കാരിനോട് അപേക്ഷിച്ചുകൂടെ? ഗവൺമെന്റിൽ നിന്നും വല്ലപ്പോഴുമാണ് ആരെങ്കിലും ഇവിടെ വരുന്നത്. ഇവരെ ഭയന്ന് ഞങ്ങൾ അവരോടൊന്നും പറയാറില്ല. പിന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നതേയില്ല. ഞാൻ പേരിന് ഇവിടുത്തെ ഒരു സ്കൂൾ മാസ്റ്ററാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായാൽ ഇവർക്കെതിരാകുമെന്ന് ഭയന്നായിരിക്കണം ഇവിടുത്തെ കുട്ടികളെ എല്ലാം ജന്മിമാരുടെ പാടങ്ങളിൽ പണിയെടുപ്പിച്ച് കഷ്ടപ്പെടുത്തുകയാണ്. ഇത് ഈ ഗ്രാമത്തിലുള്ള ഒരു ചെറിയ ആശ്രമത്തിലെ സ്വാമിയാണ്. ഇദ്ദേഹമാണ് ഞങ്ങൾക്കെല്ലാം ആശ്വാസം നൽകുന്നത്. ഇന്നവർ ഇദ്ദേഹത്തെയും മർദ്ദിച്ചു. നിങ്ങൾ ഏതാണ് കുട്ടികളെ? ഞങ്ങൾ സസ്യ ഗവേഷണത്തിന് വേണ്ടി വന്നവരാണ്. ദൈവം അയച്ചതുപോലെ തക്ക സമയത്ത് വന്ന് നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെയും ഈ ഗ്രാമത്തെയും രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും കുറച്ചു ദിവസം കൂടെ നിങ്ങൾ ഇവിടെ തന്നെ കഴിയണം. ഏതായാലും ഞങ്ങൾ കുറച്ചു ദിവസം ഇവിടെ കാണുക. അവർ വരുമെങ്കിൽ നമുക്ക് കാണാം. നിങ്ങൾ സമാധാനമായി പിരിഞ്ഞു പോയിക്കൊള്ളണം. എങ്കിൽ വളരെ സൂക്ഷിക്കണം. തീർച്ചയായും അവർ തിരിച്ചടിക്കാതിരിക്കില്ല. നിങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളി. നമുക്കിതിന്റെ ആവശ്യമുണ്ടോ? നമ്മുടെ ലക്ഷ്യം ഈ ഗ്രാമമല്ല. ഏതായാലും കുറച്ചു ദിവസം ഇവിടെ താമസിച്ചേ പറ്റും. പ്രത്യേകിച്ച് പോലീസ് വരാത്ത സ്ഥലവും. ഇതിനിടയിൽ പാവങ്ങളെ സഹായിക്കുന്ന വലിയ കാര്യമായിരിക്കും. തിലകമണിഞ്ഞുവരും ലലനാമണി കൈരളി ലീലാ തിലകമണിഞ്ഞുവരും ലലനാമണി കൈരളി നിന്റെ നാലമ്പലത്തിനടയിൽ ഇന്നും കാലം കളമെഴുതി വർണ്ണവസന്തകാലം കളമെഴുതി ലീലാതിലകമണിഞ്ഞുവരും ലലനാമണി കൈരളി ഹരിശ്രീ ഗണപതയേ നമഃ. കണ്ണുകൂട്ടും കർഷകത്തരുണനെ കണ്ണായി കാണും കാടത്തമേ കണ്ണുകൂട്ടും കർഷകത്തരുണനെ കണ്ണായി കാണും കാടത്തമേ ഏഴയാം തൊഴിലാളി വർഗത്തിനെന്നും ഏഴര ശനി നൽകും ജന്മിത്തമേ ഭാരത മക്കൾ
താണിയെവിടെ ഭാരമിറക്കാനത്താണിയെവിടെ സന്ധ്യ പൂക്കും പ്രപഞ്ചക്കാവിലെ സത്യമാകും ചൈതന്യമേ സന്ധ്യ പൂക്കും പ്രപഞ്ചക്കാവിലെ സത്യമാകും ചൈതന്യമേ ആശ്രയമഗതികൾക്കന്യൂനം നൽകുന്ന അക്ഷയ ജ്യോതിസ്സമെൻ ദൈവമേ നീറും മനസ്സുമായി നിൽക്കുന്ന മർത്യന് നീയല്ലാതോരാനന്ദമെവിടെ നീയല്ലാതോരാനന്ദമെവിടെ ഓം അഗ്നിശ്ചമാമന്യുശ്ചമന്യുപദയശ്ചമന്യുകൃതേഭ്യഃ പാപേഭ്യോ രക്ഷന്താം യഥന്നാ പാപമകാരിഷം ചെല്ലുമോളെ. മാഷ മകളായിരിക്കും. മകന്റെ മകളാണ്. ഇതെന്റെ മകന്റെ ഭാര്യ ഗീത. മകൻ എന്ത് ചെയ്യുന്നു? 3 മാസം മുൻപാണ് എന്റെ ഒരേ ഒരു മകൻ മരിച്ചത്. ഈ കുടുംബം പട്ടിണിയില്ലാതെ കഴിയാനുള്ള ഒരേ ഒരു ആശ്രയം അവനായിരുന്നു. ജോലിസ്ഥലത്ത് വെച്ച് ആരോ അവനെ അടിച്ചു കൊല്ലുകയാണ് ഉണ്ടായത്. എനിക്കാണെങ്കിൽ യാതൊരു വരുമാനവുമില്ല. എല്ലാം സഹിക്കാം. എന്റെ കുഞ്ഞുമോൻ പട്ടിണി കൊണ്ട് വിശന്ന് കരയുന്നത് മാത്രം കാണാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? വളരെ സന്തോഷത്തോടുകൂടിയാണ് അന്നും എന്റെ മകൻ ജോലിക്ക് പോയത്. പിന്നീട് ഞങ്ങൾ കണ്ടത് അവന്റെ ശവമാണ്. അതൊന്നും ഓർക്കാൻ പോലും കഴിയുന്നില്ല. മോനെ, എന്റെ വീട് പട്ടിണിയായി ചേട്ടാ. എന്റെ കുടുംബം നോക്കാൻ ആരുമില്ല ഏട്ടാ. എന്റെ കുഞ്ഞിനെ ഓർത്തെങ്ങനെ എന്നെ വധിച്ച. കേവലം 5 രൂപയ്ക്ക് പോലും ഒരു കൊലപാതകം ചെയ്യാൻ മടിക്കാത്ത നിനക്ക് തകരുന്ന കുടുംബങ്ങളുടെ വേദന കാണുവാനുള്ള മനസ്സാക്ഷി ഉണ്ടാകില്ലടാ ദ്രോഹി. സത്യമാണോ നീ പറയുന്നത്? അതേ മുതലാളി, അവര് 3 പേരും ആ സ്കൂൾ മാസ്റ്ററുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാ. തർക്കിച്ച് രക്ഷപ്പെടുത്തി വിട്ടായിരിക്കും അല്ലേ? എടാ, ഇന്നു മുതൽ ഈ ഗ്രാമത്തിലുള്ള ഒരുത്തനും ഇവനോ ഇവന്റെ കുടുംബത്തിനോ യാതൊരു സഹായവും ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതായിട്ടെന്ന് പറഞ്ഞേരെ. അഥവാ ആരെങ്കിലും സഹായിക്കുന്നതായി അറിഞ്ഞാൽ അവനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇനി നീ സൽക്കരിക്കുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുമാരൻ, ഗായത്രി, രാജൻ, ഗീത, നിങ്ങൾക്ക് കാശ് തരരുതെന്ന് മുതലാളി പറഞ്ഞിരുന്നു. ഒരു നാഴി അരി വേണ്ടിയിരുന്നു. അരിയില്ല. നിങ്ങൾക്ക് ഒരു സാധനവും കൊടുക്കരുതെന്ന് പിള്ള മുതലാളി വിലക്കിട്ടുള്ളതാണ്. അതുകൊണ്ട് അരി തരാൻ പറ്റില്ല. തങ്കമ്മേ, നാഴി അരി കടം തരാമോ?
ആ പിള്ള മുതലാളിയും കൂട്ടുകാരും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കൊന്നും കൊടുക്കരുതെന്നാണ്. അവരുടെ ആരെങ്കിലും ഒക്കെ ഇവിടെയൊക്കെ കാണും. വെറുതെ ഞങ്ങളെ കഷ്ടത്തിലാക്കരുത്. നീ എന്താ മോളെ ഇത്ര താമസിച്ചത്? വിശന്നിട്ട് ആ കുഞ്ഞു കിടന്ന് കരയായിരുന്നു. നീ വേഗം അരി അടുപ്പിലിട്. എന്താ മോളെ, എന്തു പറ്റി? അരി വാങ്ങിയില്ലേ? ഇല്ലച്ച, ആരോട് ചോദിച്ചിട്ടും 1 മണി അരി പോലും തരുന്നില്ല. ആ പിള്ള മുതലാളി എല്ലാരോടും പറഞ്ഞ് മുടക്കിയിരിക്കുകയാണ്. എന്താ ചെയ്യുന്നേ? ഞാൻ എന്ത് ചെയ്യും? ആ കുഞ്ഞ് 2 ദിവസമായി പട്ടിണിയാ. ഈ ചോറ് ഞാനൊന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് വരട്ടെ. നീ നിന്റെ കാര്യം നോക്കിക്കേ. എന്നിട്ട് വേണം പിള്ള മുതലാളി ആൾ ഇങ്ങോട്ട് വരാനായിട്ട്. വെറുതെ നമുക്ക് കിടക്കപ്പുറത്തി ഉണ്ടാവൂലാട്ടാ, ഞാൻ പറഞ്ഞേക്കാം. വിശക്കുന്നു മുത്തച്ഛ. മോള് ഇവിടെ ഇരിക്കും, മുത്തശ്ശൻ ഇപ്പൊ വരെ. മോളെ, മോള് ചോറ് തിന്നു? ഇല്ല. അയ്യോ പാവം. ജോണി, നിങ്ങളൊരു മനുഷ്യനാണോ? ഏയ് മൃഗം. എങ്ങനെയുണ്ടടി നിന്റെ സൽക്കാരം? സൽക്കരിച്ചതിന്റെ ഫലം അറിഞ്ഞോടി? അനുഭവിക്ക്. പിന്നെ നിനക്ക് വേണ്ടി വേണമെങ്കിൽ ഞാനിതൊക്കെ ക്ഷമിക്കാം. നിന്റെ കുഞ്ഞിന് ധാരാളം ഭക്ഷണവും കിട്ടും. പക്ഷേ ഒരു കാര്യം, സന്ധ്യ കഴിഞ്ഞ് നീ എന്റെ വീട്ടിലേക്കൊന്ന് വരണം. ഒറ്റയ്ക്കായിരിക്കുകയും വേണം.
സാംജി സാമി, ആ ഗീതന്റെ കുട്ടിയുടെ കണ്ണും മോറും കണ്ടിട്ട് ഞമ്മക്ക് സഹിക്കുന്നില്ല. ഞമ്മൾ ആ ബൈക്കിൽ ചെന്നാല് ആ നമുക്ക് പുള്ളേന്റെ ആൾക്കാര് വെറുതെ ബൈക്കിന് വരും. ഓഹോ, സാംജി ഇതൊന്നും കൊടുത്തേക്കും. തരൂ സേനപ്പ, ഞാൻ കൊടുത്തേക്കാം. മോളെ, മോളെ, ഇതാ ചോറ്. നീ വരുമെന്ന് എനിക്കറിയാം. ചേട്ടാ, എന്റെ തത്തമ്മയ്ക്ക് ഒരു പഴന്താ. പിന്നെ എന്റെ കയ്യിൽ നോക്കാം. പിന്നെന്താ? എന്ത് തരണം? 50 പൈസ. വെറും 50 പൈസ? ശരി, നോക്കാം. ഇതാണ് ആയുർരേഖ. ഇത് എനിക്കിത് മതി. കൈവിടൂ. പിണങ്ങാതടി പെണ്ണെ, കൈവിടെ. കോപിക്കാതടി പെണ്ണെ. നീ എന്തായി കാണിക്കുന്നത്? നിന്റെ പഴയ സുമായിതർ മറന്നിട്ടില്ലല്ലേ? നമ്മളോട് വന്ന എന്തിനാണെന്ന് നീ മറന്നുപോയോ? നിങ്ങളുടെ ലക്ഷ്യം നിറവേറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ തിരിച്ച് ജയിലിലേക്ക് വരാമെന്ന് മാത്രമേ ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ. ഇതെല്ലാം എന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്.
നിങ്ങൾ ആരായിരുന്നാലും ശരി, എന്നെ ഭരിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്താ കുഞ്ഞെ? ഒന്നുമില്ല. അയാൾ ആരാണ്? മായക്കുഞ്ഞറിയില്ലേ? അന്നാ കുട്ടപ്പനെ കൊലമരത്തിൽ നിന്ന് രക്ഷിച്ചാളാ. അല്ല, ഇതാരി? ആ, ഇരിക്കി. ചങ്ങാതിമാരൊക്കെ എവിടെ? ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കണത് സൂക്ഷിച്ചു വേണം. ആ പുള്ളന്റെ ആൾക്കാര് ഇവിടൊക്കെ കാണും. അതിരിക്കട്ടെ, സൈനബ ഇവിടെ ഒറ്റയ്ക്ക് അങ്ങനെ കഴിയുന്നു. ഞമ്മക്കിത് പയക്കായിപ്പോയി. പാല് വാങ്ങാൻ നമ്മുടെ മൂത്ത മോൻ നാസർ പോയേക്കുന്നു. ഇച്ചിരി വെറുംചായ എടുക്കട്ടെ? സൈനബ, അന്ന് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ കുട്ടപ്പന്റെ പണി കഴിഞ്ഞേനെ. ഇത് നമ്മുടെ ഇളയ മോനാ. മാമനിക്ക് സലാം പറ മോനെ. ഇതെന്നെ വിളി. വാ, അവനെ അകത്ത് കാണും. വാഴകൾക്കടി നോക്കണ. എവിടെയാണ് അവൻ? ഇവിടെ തന്നെയാണ് മുതലാളി. എന്നിട്ട് അവൻ എങ്ങോട്ട് പോയി? ആ, മോനെ, മോനെ, മോനെ.
സൈനബ, സ്ത്രീവർഗം മുഴുവൻ പിശാചുക്കളാണെന്ന് കരുതിയിരുന്ന എന്നെ നീ കണ്ണു തുറപ്പിച്ചു. മറ്റൊരുവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ ബലിയർപ്പിച്ച നീ ഒരു ദേവതയാണ്. കത്തുന്ന ഈ വിളക്കിന്റെ മുൻപിൽ വെച്ച് ഞാൻ സത്യം ചെയ്യുന്നു. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിന്റെ കുഞ്ഞു മരിച്ചെങ്കിൽ ഈ ഗ്രാമത്തിലുള്ള ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നൽകും. ഇത് സത്യം സൈനബ, സത്യം. ഗീതേ, അച്ഛൻ ഊണ് കഴിച്ചോ? കഴിച്ചു. അസുഖം എങ്ങനെയുണ്ട്? കുറവുണ്ട്. മരുന്ന് തീർന്നാ പറയണം, വാങ്ങണം. സ്വന്തം മകനേക്കാൾ കൂടുതൽ സ്നേഹം നീ ഞങ്ങളോട് കാണിക്കുന്നു. അച്ഛനും അമ്മയും ആരാണെന്നറിയാതെ വളർന്ന എനിക്ക് നിങ്ങൾ എന്റെ അച്ഛനെ പോലെയാണ്. മകനെ കൊന്നവനോട് പ്രതികാരം ചെയ്യാൻ കഴിവില്ലാതെ മരവിച്ചിരിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. എനിക്ക് നിന്നെ പോലെ മറ്റൊരു മകനുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന് വെറുതെ വിടില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, വെറുതെ അതെല്ലാം ഓർത്ത് മനസ്സ് വേദനിപ്പിക്കുന്ന എന്തിന്? ഇല്ല മോനെ, എന്റെ കണ്ണടയുന്നതിന് മുൻപ് എന്റെ മോൻ അവനെ എനിക്കൊന്ന് കാണിച്ചു തരണം. ആ, തരാം. എത്രയും വേഗം കാണിച്ചു തരാം. തുളസി എന്താ തനിച്ചിരുന്നാടുന്നത്? കൂട്ടിനാരുമില്ല ഏട്ടാ. ചേട്ടനോട് പോയി. ചേട്ടൻ പണിക്ക് പോയി. തുളസി നിന്നാടൂ. ഓ, ഇങ്ങനെ നിന്നാടുന്നേ? മുറുക്കി പിടിച്ചോളാം. ആ, തുളസി, എന്നെ നിന്റെ ചേട്ടൻ വിളിക്കുന്നു, ചെല്ലേ. ബാബു, എത്ര പറഞ്ഞിട്ടും നിനക്ക് നിന്റെ പഴയ സ്വഭാവം മറക്കാൻ കഴിയുന്നില്ല അല്ലേ? രാജൻ, ഞാനിന്നൊരു പുതിയ മനുഷ്യനാണ്. സ്ത്രീവർഗം മുഴുവൻ രാക്ഷസികളാണെന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഇന്ന് അവരുടെ ആരാധകനാണ്. അവരെ നശിപ്പിക്കണം എന്നെനിക്ക് തോന്നാറില്ല. മറിച്ച് അവരെ സ്നേഹിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അനുഭവം എന്നെ തിരുത്തി കഴിഞ്ഞു. രാജൻ വിചാരിക്കുന്നത് പോലെ യാതൊരു ദുരുദ്ദേശത്തോടും കൂടിയല്ല ഞാൻ തുളസിയോട് സംസാരിച്ചത്. നീ പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാമോ? തീർച്ചയായും ഞാൻ മാറിക്കഴിഞ്ഞു രാജൻ. ശരി, വരൂ. തുളസി, രവീട്ടാ! എനിക്ക് വേണ്ടിയാണോ കാത്തുനിന്നിരുന്നത്? ഓ വേണ്ട, എത്ര ദിവസമായി എനിക്ക് എഴുത്തെഴുതാമെന്ന് പറഞ്ഞിട്ട്. എടി പെണ്ണെ, ഞാൻ ഇങ്ങോട്ട് വരാൻ പുറപ്പെടുകയായിരുന്നു. പിന്നെന്തിനാ എഴുതുന്നത്? നീ വീട്ടിലേക്ക് പോയിക്കോ, അച്ഛൻ വരുന്നുണ്ട്. വൈകിട്ട് ഞാൻ ഇതിലെ വരും, കാത്തു നിൽക്കണം. സമാധാനത്തിലൂടെ ഇവിടുത്തെ ജന്മിമാരുടെ കുത്തക അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് രാജന് തോന്നുന്നുണ്ടോ? വളരെ പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ജന്മിമാരുടെ സഹായത്തിനെത്തുന്ന ആ ഗൂഢസംഘത്തെ തകർത്താലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അവരൊരു പെരുത്തിയ ആളുണ്ടെന്നാണ് കേൾവി. എത്ര വലിയ ഗൂഢസംഘമാണെങ്കിലും അവരറിയാതെ തന്നെ അവരെ കുടുക്കലാക്കാനുള്ള വഴിയുണ്ട്. പക്ഷേ എന്താ പേടിക്കണ്ട, നമ്മുടെ ആള് തന്നെയാ. മായ നിങ്ങൾക്കറിയില്ലേ? ചെറുപ്പം മുതലേ ഇവിടെ കളിച്ചു വളർന്ന അല്പം കൈനോട്ടവും ജ്യോതിഷവുമായി കഴിയുന്ന അനാഥയായ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. ഏതായാലും
ഇനി നമുക്ക് അധികം താമസിപ്പിച്ചുകൂടാ. നാളെ തന്നെ ശ്രമിച്ചു നോക്കാം. പക്ഷേ ഇത് ഇരു ചെവി അറിയാതെ രഹസ്യമായിരിക്കണം. രാജേട്ടാ, എനിക്കിതിന്റെ വിദ്യ ഒന്ന് പഠിപ്പിച്ചു തരാമോ? നിനക്കെന്തിനാ തോക്ക്? കൈ നോക്കാൻ പോകാനോ? അതെന്താ, ഞങ്ങൾക്കിതൊന്നും പഠിച്ചൂടെ? തൽക്കാലം ഒരു ആപത്ത് വന്നാൽ അതൊന്ന് രക്ഷപ്പെട്ടൂടെ? ഇത് പഠിക്കാനൊന്നുമില്ല. വാ, ഇതെങ്ങനെ തുറക്കണം, എന്നിട്ട് കാട്ടിനകത്തോട്ടിടണം, എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഗെയിം ചെയ്യണം. മേലോട്ട് ഉയർത്തി പിടിച്ച് അങ്ങനെ കൈ പതുക്കെ കൈയെടുക്കാൻ കൈയെടുക്കാൻ. ഇങ്ങനെ കൈ വിറയ്ക്കാതെ കൈയെടുക്കാനല്ലേ പറഞ്ഞു നിന്നോട്? ഓഹോ, ഇതിനാണോ നീ എന്റെ അടുത്ത് വന്നത്? നിനക്കെല്ലാം പറ്റി ഞാനല്ലേ, ദോ അവനാണ്. അയ്യേ, ഇവന്റെ മോന്ത കണ്ടാ മതി 7 ദിവസം കഞ്ഞി കുടിക്കില്ല, എന്നിട്ടാ ഇവന്റെ കൂടെ പോകുന്നത്. മായേ, എന്താ ബാബു ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നാളത്തെ പ്രോഗ്രാം എല്ലാം ശരിയായോ? ഞാനൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്തിനാണ് രാജൻ? ആർക്കും ഒരു പ്രയോജനവുമില്ലാതെ ഒരു കുടുംബം, ഭാര്യ, കുഞ്ഞ് എന്നെല്ലാം പറയുന്നത് എന്നെപ്പോലുള്ളവർക്ക് ഒരു സ്വപ്നം മാത്രമാണ്. ഒരു പെൺകുട്ടി പോലും വൃത്തികെട്ട എന്റെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പാതിരിക്കില്ല. ആരും എന്നെ നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ മുഖത്ത് നോക്കി പരിഹസിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല രാജൻ. ഛേ, നീ ഇങ്ങനെ വിഷമിച്ചാലോ? നിന്റെ മുഖത്ത് യാതൊരു വൈരൂപ്യമില്ല. നിന്റെ മുഖത്ത് നിന്നൊഴുകുന്ന കണ്ണീരിനാണ് വൈരൂപ്യം. നീ ഒരു പുരുഷനല്ലേ? നിന്റെ കണ്ണുകൾ ഒരിക്കലും നനയരുത്. ഞാൻ എന്തെങ്കിലും കരഞ്ഞ് നീ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കതിനുള്ള സന്നദ്ധം ഉണ്ടായിട്ടില്ല. ഉണ്ടായാലും ഞാനത് നിയന്ത്രിക്കും. ഹൃദയം വേദനിക്കുമ്പോഴാണ് കണ്ണു നിറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും കരയുന്നത് ഞാൻ കാണും. നീ വിചാരിക്കുന്നതെല്ലാം തെറ്റാണ്. ഈ ഗ്രാമത്തിൽ തന്നെ സുഖമായി സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. നിനക്കറിയാമോ? ഞാനത് പിന്നീടാണ് അറിഞ്ഞത്. രാജനും എന്നെ പരിഹസിക്കുകയാണോ? പറഞ്ഞാൽ നിനക്ക് വിശ്വാസമാകില്ല. എന്നാൽ കേട്ടോ, നീ ഇന്നലെ സംസാരിച്ചു കൊണ്ടിരുന്ന കുട്ടപ്പന്റെ സഹോദരി തുളസി നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. ഇത് ഞാൻ നേരിട്ടറിഞ്ഞ സത്യമാണ്. മുത്തശ്ശി കഥ കേട്ടുറങ്ങുന്ന കൊച്ചു കുഞ്ഞൊന്നുമല്ല ഞാൻ. എന്നെ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നു പോലും. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? ശങ്കരപ്പിള്ളയുടെ മകൻ രവിയും തുളസിയുമായി അടുപ്പത്തിലാണെന്ന് നിങ്ങൾക്കറിയില്ലേ? പിന്നെ എന്തിനാ ഈ കഥകളൊക്കെ ചമച്ചത്? അവനെ തളർത്താൻ പാടില്ല ചന്ദ്രൻ. അവൻ നമുക്ക് ആവശ്യമാണ്. അവന്റെ മനപ്രയാസം തീർക്കാൻ മറ്റു യാതൊരു വഴിയും കാണുന്നില്ല. അവൻ സത്യം മനസ്സിലാക്കിയാൽ നിങ്ങൾ ആകെ കുഴയും. ഞാൻ പറഞ്ഞേക്കാം. അതിനു മുമ്പായി നമുക്ക് നമ്മുടെ ലക്ഷ്യം നിറവേറ്റി ഇവിടെ സ്ഥലം വിടാം. രാജൻ, എനിക്കും ജീവിക്കണം രാജൻ. അന്ന് നിങ്ങളത് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇന്ന് ഞാൻ തുളസിയെ കണ്ടു. എനിക്കെല്ലാം മനസ്സിലായി, എല്ലാം. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത്. എന്റെ ഭാര്യയാകുന്നവൾ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായിരിക്കും. കാരണം അവൾ എന്റെ എല്ലാമായിരിക്കും. എല്ലാം.
വേണ്ട മോനെ. എന്റെ വാപ്പയാക്കുന്നവരോട് എനിക്ക് പ്രതികാരം ചെയ്യുന്നു രാജേട്ടാ. എടാ അതിന് നീ ചെറുപ്പമല്ലേ. ഞാനും വരും. നീ അടുത്ത പ്രാവശ്യം വന്നാൽ മതി. പോ, ഇറങ്ങ. ഞാനും കൂടെ വന്ന് നിങ്ങൾക്കെന്താ? എടാ, വളരെ അപകടം പിടിച്ച സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെയും ഞങ്ങൾ രക്ഷപ്പെടുത്തണ്ടേ? അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ശരി, നമുക്ക് പോവാം. നിർത്ത് 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 നിൽക്ക. ഇതെന്താണിത്? വരരുന്നില്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? ഇനി നീ കാരണം ഞങ്ങളും പോയി അവരെ വലയിപ്പെടും. വീട്ടിലേക്ക് പോവാൻ നിന്നുള്ളേ പോകാൻ പറഞ്ഞേ. കളിക്കുന്ന ഇനി ഇവനെങ്ങനെ വീട്ടിലേക്ക് പോകും? എങ്ങനെയും പോട്ടെ, വരവെന്ന് പറഞ്ഞല്ലേ. വണ്ടി വിടും, നമുക്ക് പോവാം. അവർ മൂന്നുപേരെയും തട്ടിക്കളാൻ പറഞ്ഞു. അവിടെ തോക്ക് കത്തിക്കെടുത്ത് വലിച്ചെറിയ.
പൊന്നു മോനെ, ഉമ്മക്കാരില്ല മോനെ. അല്ലോ മോനെ. നിനക്ക് പോയല്ലോ മോനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാണ് നമ്മളെ കാണിച്ചു കൊടുത്തത് എന്നറിയില്ലല്ലോ. സമയം ഒരുപാടായി രാജ, ഉറങ്ങാൻ നോക്ക്. ഇപ്പോൾ സാധിക്കില്ലായിരിക്കും. പക്ഷേ ഈ പദവി ഉപയോഗിച്ച് ആ രഹസ്യ സങ്കേതത്തിന്റെ തലവനെയും അതിന് താഴെയുള്ള എല്ലാ കുറ്റവാളികളെയും ഞാൻ പിടിക്കും. എന്നിട്ടേ ഇൻസ്പെക്ടർ രാജൻ വിശ്രമിക്കും. ഇരിക്കണം. നമസ്കാരം, ഇരിക്കണം. രാഘവൻ, വളരെ സൂക്ഷിച്ചു തന്നെയല്ലേ ഇവിടെ എത്തിയത്? അതെ, സന്ധ്യ കഴിഞ്ഞാൽ ഞാൻ കാട്ടിലേക്ക് കിടന്നത്. കിട്ടിയ നോട്ടുകളെല്ലാം വിതരണം ചെയ്തില്ലേ? എല്ലാം വിതരണം ചെയ്തു കഴിഞ്ഞു. പിന്നെ പുതിയ ബ്ലോക്കിനെ കുറിച്ച് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, ഉണ്ട്. അതാ മുതലാളി. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആരുമാണ് നമ്മളെ ഒറ്റിക്കൊടുത്തിരിക്കുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ പരാജയപ്പെടില്ല. അവൻ ആരായിരുന്നാലും ആ സംഘവുമായി നല്ല പിടിപാടുള്ളവനായിരിക്കും. അതാരായിരിക്കും? അതിപ്പോ എങ്ങനെ പറയാൻ സാധിക്കും? ഒന്നുകിൽ ഇവനായിരിക്കും, അല്ലെങ്കിൽ അവനായിരിക്കും. ഇതൊന്നുമല്ലെങ്കിൽ നമ്മുടെ സ്വാമിജി ആയിരിക്കാം. തമാശയായിട്ട് പോലും സ്വാമിജിയെ കുറിച്ച് ഒന്നും പറയരുത്. തമാശയല്ല ഞാൻ പറയുന്നത്. ഈ സ്വാമിജിയെല്ലാം തീർത്തു പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? അനാവശ്യം പറയരുത്. നിങ്ങൾ സ്വാമിജിയെ കുറിച്ച് എന്ത് വിചാരിച്ചു? ഈ ഗ്രാമത്തിലെ ഞങ്ങൾ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ് സ്വാമിജി. സ്വാമിജിയെ കുറിച്ച് ഒന്നും പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. സ്വാമിജി ക്ഷമിക്കണം. നിങ്ങൾ ഈ പറഞ്ഞ വാക്കിന് സ്വാമിജിയുടെ കാല് തൊട്ട് മാപ്പ് ചോദിക്കണം. ഞാൻ മാപ്പ് പറയാൻ പറയണം. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള സകല ബന്ധങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. മായേ, സൈനബ, കുട്ടപ്പ, വരൂ. ഈ നാട്ടിലെ നിഷ്കളങ്കരായ ആളുകളെ കുറിച്ച് പരദൂഷണം പറയുന്ന ഇക്കൂട്ടരുമായുള്ള ബന്ധം നമുക്കിനി വേണ്ട. വരൂ സ്വാമിജി. നിൽക്കൂ. നിങ്ങൾ എന്തിനാണ് എനിക്ക് വേണ്ടി പിണങ്ങുന്നത്? ഞാനാണെന്ന് രാജൻ തീർത്തു പറഞ്ഞില്ലല്ലോ. എന്നെപ്പോലെ ആരെങ്കിലും ആയിരിക്കാം എന്നല്ലേ പറഞ്ഞുള്ളൂ. മിടുക്കൻ, ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ തോറ്റിരിക്കുകയാണ്. പക്ഷേ പല വർഷങ്ങളായി ഞാൻ അണിയുന്ന ഈ കാവ്യ വസ്ത്രത്തിനെതിരായി ഇവിടുത്തെ ആളുകളെ അണിനിരത്താൻ നിനക്ക് കഴിയും. നിന്റെ ഈ നാറിയ കാവ്യവസ്ത്രം പിച്ചിച്ചീന്തി നിന്റെ യഥാർത്ഥ രൂപം ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത് നീ കണ്ടോ? നമുക്ക് കാണാം. കാണാം.
തേടി വള്ളി കാലിൽ ചുറ്റിയിരിക്കുകയാണ്. എന്നെ ചതിച്ചറസ്റ്റ് ചെയ്യിച്ച രാഘവൻ ഈ കാട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളെ കൈയോടെ പിടിക്കാമല്ലോ. പിടിക്കാം, താമസിപ്പിക്കുന്നത്. പക്ഷെ ആദ്യം പിടിക്കേണ്ടത് രാഘവനെയല്ല, അവന്റെ ചീഫായ സ്വാമിജിയാണ്. അവനാണ് ഈ ഗൂഢസംഘത്തിന്റെ തലവൻ. ജനങ്ങളുടെ മുമ്പിൽ സ്വാമിയും ശങ്കരപ്പിള്ളയും തമ്മിൽ എതിരാളികളെ പോലെ ആണെങ്കിലും അതേ പിള്ള തന്നെയാണ് സ്വാമിക്ക് വേണ്ടി ആ ഗൂഢസംഘത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. ജനങ്ങൾക്ക് കണ്ണെത്താത്ത ദൂരത്തിലാണ് ഈ സംഘം താവളമടിച്ചിരിക്കുന്നത്. ആരും തന്നെ ഇത് നേരിൽ കണ്ടിട്ടില്ല. കാരണം കൊള്ളസംഘം എന്ന പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തിയാണ് ഈ സംഘം പ്രവർത്തനം നടത്തുന്നത്. എങ്കിൽ നമുക്ക് ഉടനെ പുറപ്പെടാം. പാടില്ല. അവിടെ ശക്തമായ കാവലുണ്ടായിരിക്കും. അതിന് ജനങ്ങളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. ജനങ്ങൾ സ്വാമിയുടെ കപട നാടകത്തിൽ ആകെ മയങ്ങിയിരിക്കുകയാണ്. ആദ്യം അവന്റെ സ്വൈരൂപം വെളിച്ചത്ത് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ജനങ്ങളുടെ സഹായം നമുക്ക് കിട്ടുകയുള്ളൂ. ഒന്ന് രക്ഷിക്കണം ചേട്ടാ, ഒന്ന് രക്ഷിക്കണം. എന്താ? ഞാനും എന്റെ ഭാര്യയും കൂടി ഒരു വണ്ടിയിൽ വരികയായിരുന്നു. ദാ പോകുന്ന മനുഷ്യനും കുറച്ച് ആൾക്കാരും കൂടി എന്നെ അടിച്ച് താഴ്ത്തിട്ട് എന്റെ ഭാര്യയും കൂട്ടിട്ട് പോയി സാർ. ദാ പോകുന്ന മനുഷ്യൻ ദാ പോകണം. സത്യം പറയാനാണ് പറഞ്ഞത്. നിന്നെ അങ്ങനെ എന്താ എന്തുണ്ടായി? ഒരു പാവപ്പെട്ടവന്റെ ഭാര്യ ഇവനും എന്റെ കൂട്ടുകാരും കൂടെ തട്ടിക്കൊണ്ടുപോയി. ഞാൻ പറയാ സ്വാമിജി പറഞ്ഞിട്ട് സ്വാമിയുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറയണ. സ്വാമിജിയെ പറ്റി അനാവശ്യം പറയുന്നു. നിങ്ങൾ എന്തിനാ പാവപ്പെട്ടവനെ തല്ലുന്നത്? ആ സ്വാമിജിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോ? ഇവനെ ശങ്കരപ്പിള്ളയുടെ ചിങ്കിടിയാണ്. ഇവൻ പറയുന്ന ഒന്നും വിശ്വസിച്ചുകൂടാ. ആ സ്വാമിയെ കുറിച്ച് എനിക്ക് നേരത്തെ അറിയാം. നിങ്ങൾക്ക് എന്തറിയാം? നമ്മൾ എന്തിനാണ് തർക്കിക്കുന്നത്? നമുക്ക് ആ സ്ത്രീയെ പോയി രക്ഷപ്പെടുത്താം. നേരിട്ട് കണ്ടാരെങ്കിലും നിങ്ങളുടെ കണ്ണു തുറക്കുമോ നോക്കട്ടെ. വേടാ. ഇത്രയും സന്തോഷത്തോടെ ജീവിക്കുന്ന ദമ്പതിമാരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളൂ. എടോ, നിൽക്കവിടെ. താനല്ലേ പറഞ്ഞത് തന്റെ ഭാര്യ ആരോ പിടിച്ചോണ്ടുപോയെന്ന്? നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇയാൾക്ക് എന്താ തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ടോ? തന്നെ ഞാൻ കണ്ടിട്ട് പോലുമില്ലല്ലോ. എന്താ മതിയായില്ലേ? ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ? ഈ മഹാമനസ്കനെ കുറിച്ച് അനാവശ്യം പറഞ്ഞ ഇയാൾക്ക് ഭ്രാന്തല്ലാകുന്നെന്താ? ഭ്രാന്താണെങ്കിൽ പിടിച്ച് അങ്ങനെ കിടാൻ പറയണം. അസംബന്ധം പറയുന്നു. അന്നേ നിങ്ങൾ സ്വാമിജിയെ കുറിച്ച് അനാവശ്യം പറയാൻ തുടങ്ങിയതായിരുന്നു. അന്നത്തേതോടുകൂടി നിങ്ങൾ അത് അവസാനിപ്പിച്ചിരിക്കുമെന്ന് കരുതി. മിസ്റ്റർ രാജൻ, നിങ്ങളൊരു വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരനല്ലേ? ഇങ്ങനെ പരിദൂഷണം പറയുന്നത് തെറ്റല്ലേ? ക്ഷമിക്കണം മാസ്റ്റർ. അദ്ദേഹത്തിന് ഏതോ തെറ്റുപറ്റിപ്പോയതാണ്. കൂടുതൽ ആലോചിക്കുന്നതുകൊണ്ട് തല ചൂട് പിടിച്ചു പോയി. മിസ്റ്റർ രാജൻ, തെറ്റിദ്ധരിക്കരുത്. ഒരു 7 ദിവസം നെല്ലിക്കാത്തളം തലയിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. നിങ്ങളെല്ലാം പൊയ്ക്കൊള്ളൂ. എടാ, ഇപ്രാവശ്യം നീ എന്നെ പരാജയപ്പെടുത്തി അല്ലേ? നാരായണ നാരായണ. ചന്ദ്രേട്ടാ, രാജേട്ടനില്ലേ? മായയോ? വരണം. ഇതുവരെ അവനെ കൈ കിട്ടിയില്ലേ? ഒരു രക്ഷയില്ല. മായയ്ക്ക് എത്ര വയസ്സായി? 18. 18 വയസ്സുള്ള ഒരു പെണ്ണിന് ഒരു ചെറുപ്പക്കാരനെ വളർത്തിയെടുക്കാൻ കഴിയില്ല. എങ്ങോട്ട് പോയി? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഏതായാലും ഒരു കൈ നോക്കിയിട്ട് വരാം. എല്ല് അവന്റെ കൈ കൊണ്ട് കിട്ടുന്നത് മേടിച്ചോ.
എന്റെ തമ്പുരാട്ടി അല്പം വൈകിപ്പോയി, ക്ഷമിക്കണം. വേണ്ട. ഇടി പെണ്ണെ, അച്ഛനെ പറ്റിച്ച് വിളത്തുമ്പോഴത്തേക്ക് നേരം വെളുക്കും. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനൊരു വിവാഹം കഴിക്കുന്നെങ്കിൽ അത് തുളസിയെ മാത്രമായിരിക്കും. അന്നെനിക്കിങ്ങനെ ഒരു മകനില്ലെന്ന് ഞാൻ കരുതും. അത് അച്ഛന്റെ ഇഷ്ടം. അപ്പോൾ അവൾ അത്രയ്ക്ക് നിന്നേക്ക് മയക്കിയിരിക്കുകയാണല്ലേ? എടാ, പ്രായമായ പെമ്പിള്ളേരുണ്ടെങ്കിൽ വീട്ടിനകത്ത് മര്യാദയ്ക്ക് ഇരുത്തണം. അതിനാരുടെയും ശുപാർശയൊന്നും ആവശ്യമില്ല. എന്താ പറഞ്ഞത്? ഓഹോ, അടുത്ത ആളുണ്ടെന്നുള്ളതിന്റെ ധൈര്യമായിരിക്കും. ഈ കല്യാണം നടത്താമെന്ന് നീ വിചാരിക്കണ്ട. പറ. ചേട്ടാ, എങ്ങനെയെങ്കിലും തുളസി എനിക്ക് വിവാഹം ചെയ്തു തരണം. അച്ഛനും മറ്റുള്ളവരും എതിർത്താലും ഈ വിവാഹം നടത്താൻ നിനക്ക് ധൈര്യമുണ്ടോ? ഉണ്ട്. എങ്കിൽ ഈ ലോകം മുഴുവൻ എതിർത്താലും ഈ വിവാഹം ഞാൻ നടത്തിത്തരും. രവി ധൈര്യമായി പോകും. ചന്ദ്രൻ, നിങ്ങൾ എന്തായി ചെയ്യാൻ പോകുന്നത്? രവിയും തുളസിയും തമ്മിലുള്ള വിവാഹബന്ധത്തെ കുറിച്ച് ബാബു അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? രാജനോട് ഞാനിത് നേരത്തെ പറഞ്ഞല്ലേ. ഇതിനു വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുന്ന നിഷ്കളങ്കരായ രണ്ട് കുട്ടികളുടെ ജീവിതം തകർക്കാൻ ഞാനില്ല. ഞാൻ ഈ വിവാഹം നടത്തും. അപ്പൊ ബാബു? ബാബുവിനെ കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങളാരാണ്? എന്റെ രക്ഷകർത്താവ് രാജൻ. നിങ്ങളൊരു നീചനാണ്. നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി അന്യരുടെ ഹൃദയം കൊണ്ട് പന്താടുന്ന സ്വാർത്ഥൻ. ബാബു, ശബ്ദിച്ചു പോകരുത്. ആരോടും ഒരു തെറ്റും ചെയ്യാതെ അടങ്ങിക്കഴിഞ്ഞിരുന്ന എന്റെ ഹൃദയം കൊണ്ടാണ് നിങ്ങൾ ചൂതാടി. ബാബു, ഞാൻ പറയുന്നത് കേൾക്കാൻ എനിക്ക് മനസ്സില്ല. ബാബു, നീ വിചാരിക്കുന്ന പോലെ നിന്നെ ഞാൻ വഞ്ചിച്ചതല്ല. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. വേദനിക്കുന്ന നിന്റെ മനസ്സിന് അല്പം ആശ്വാസം കിട്ടാൻ വേണ്ടി ഞാനൊരു കഥ ചമച്ചു എന്നേ ഉള്ളൂ. ആ മുള്ളു വന്ന് തറച്ചത് എന്റെ ഹൃദയത്തിലാണ് രാജൻ. ഞാൻ പോകുന്നു. അപ്പോ നാം തമ്മിലുള്ള വാഗ്ദാനം? വാഗ്ദാനം നിറവേറ്റേണ്ടത് വഞ്ചകന്മാരോടല്ല, മനുഷ്യരോടാണ്. ബാബു, മുറിവേറ്റ ഹൃദയവുമായിട്ടാണ് ഞാൻ പോകുന്നത്. എന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയ അതേ അളവിലും തൂക്കത്തിലും നിങ്ങളുടെ ലക്ഷ്യത്തെ തകർത്ത് ഞാൻ തരിപ്പണമാക്കും. തടുക്കാമെങ്കിൽ തടുക്ക്. വെൽക്കം മിസ്റ്റർ ബാബു. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്റെ ശത്രുവിന്റെ ശത്രു എന്ന നിലയിൽ തീർച്ചയായും നിങ്ങളിവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചവനെ തകർക്കുക എന്നുള്ളതാണ് ഇനി എന്റെ ലക്ഷ്യം. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. ഓ ഷുവർ. Be my guest. A fine specimen. വെലപ്പാ, എന്താ മലയാളി? ബാബുവിനെ നമ്മുടെ സ്ഥലമെല്ലാം കാണിച്ചു. മിസ്റ്റർ പിള്ളേ, ഇതുവരെ ആർക്കും പിടികൊടുക്കാതെ വളരെ സാമർഥ്യത്തോടുകൂടിയാണ്
നാം നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തി വന്നത്. നമ്മയെല്ലാം പിടിച്ച് താൻ നിരപരാധിയാണ് തെളിയിക്കാൻ വേണ്ടിയാണ് രാജൻ ജയിൽ ചാടി വന്നിരിക്കുന്നതെന്ന് ബാബു പറഞ്ഞു. ആയതിനാൽ എത്രയും വേഗം നമുക്ക് സ്ഥലം വിടണം. നമ്മുടെ പരിപാടി അനുസരിച്ച് മിസ്റ്റർ ഫെഡറിക് അലക്സാണ്ടർ ബ്ലോക്കുമായി വരുന്നുണ്ട്. ഗവൺമെന്റ് രൂപ നോട്ടുകളും ആ ബ്ലോക്ക് കൊണ്ടടിച്ച് രൂപ നോട്ടും വെച്ച് നോക്കിയാൽ യഥാർത്ഥ നോട്ടുകൾ ഏതെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും സാധ്യമല്ലെന്നാണ് എന്റെ വിശ്വാസം. കോടിക്കണക്കിന് നോട്ടുകൾ അടിച്ച ശേഷം ഈ സങ്കേതം തകർത്ത് എത്രയും വേഗം നമുക്ക് സ്ഥലം വിടണം. വരുന്ന പൗർണമിയിൽ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ഉത്സവത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ആ ബ്ലോക്ക് ഇവിടെ എത്തിയിരിക്കണം. ഓക്കെ? ഹലോ 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 മിസ്റ്റർ ഫെഡറിക് അലക്സാണ്ടർ, വെൽക്കം. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ? സുഖമായിരുന്നു. വഴിയിൽ അസൗകര്യമൊന്നും? ഒന്നും ഉണ്ടായിരുന്നു. ഗുഡ്. ലെറ്റ് മീ ഹാവ് ദ ബ്ലോക്ക്. That's fine. Congratulations. താങ്ക് യു. Huh?
കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു പരാജയമാണ്. ഏത് വിധത്തിലെങ്കിലും ഇതിനൊരു തിരിച്ചടി നൽകി ആ ബ്ലോക്ക് തിരിച്ചെടുത്തില്ലെങ്കിൽ സംഭവങ്ങൾ ഇനിയും അപകടത്തിലേക്കാണ് നീങ്ങാൻ പോകുന്നത്. ആരോ വരുന്നുണ്ട്. നിങ്ങൾ അകത്തേക്ക് വെക്കോളൂ, വേഗം. നാരായണ 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 നാരായണ. നമസ്തേ സ്വാമിജി. നമസ്തേ. ആര്? മായോ? എന്താ കുട്ടി വിശേഷിച്ച്? സ്വാമിജിയോട് ഒരു പ്രത്യേക സഹായം അപേക്ഷിക്കാനാണ് ഞാൻ വന്നത്. അതിനെന്താ, ചോദിച്ചോളൂ, സന്തോഷമുള്ള കാര്യമില്ലേ? രാജേട്ടൻ അന്ന് സ്വാമിജിയെ എന്തൊക്കെയോ പറഞ്ഞു. സ്വാമിജി ക്ഷമിക്കണം. ആ കാര്യം ഞാൻ അന്നേ മറന്നല്ലോ കുട്ടി. സ്വാമിജി, എനിക്ക് രാജേട്ടനില്ലാതെ ജീവിക്കാൻ കഴിയില്ല. രാജേട്ടനെ ഞാൻ അത്ര അധികം ഇഷ്ടപ്പെടുന്നു. പക്ഷേ രാജേട്ടൻ എന്നോട് താല്പര്യം കാണിക്കുന്നില്ല. രാജേട്ടനെ എനിക്ക് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. സ്വാമിജി വിചാരിച്ചാൽ എന്തെങ്കിലും. കുട്ടി, നീ ഇഷ്ടപ്പെടുന്ന പുരുഷന്റെ മനസ്സിനെ നിന്റെ മനസ്സുകൊണ്ട് വേണം വശീകരിക്കാൻ. അതേ ശാശ്വതമാകും. അതിന് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ തൽക്കാലം ഞാനൊരു മരുന്ന് തരാം. പക്ഷേ മായ, ഈ കാര്യം ആരോടും പറയരുത്. ഇല്ല സ്വാമിജി, ഒരിക്കലും ഇല്ല. കുട്ടി, ഇത് അല്പം ആത്മശക്തിയുള്ള ഔഷധമാണ്. ഇത് ബുദ്ധിപൂർവം രാജന് പാലിൽ കലക്കി കൊടുത്താൽ നീ ഉദ്ദേശിക്കുന്ന കാര്യം നിറവേറും. ഇതാ. വളരെ ഉപകാരം സ്വാമിജി. ഞാൻ വരട്ടെ. പിള്ളേ, ഈ ഒരേ ഒരു ഇര ഉപയോഗിച്ചാൽ രാജനെ കീഴ്പ്പെടുത്തി ബ്ലോക്ക് നമുക്ക് കൈക്കലാക്കാം. ആ പൊടി കടിച്ചാൽ നിമിഷങ്ങൾക്കകം രാജൻ മോഹാത്സ്യപ്പെട്ടു വീഴും. ഒട്ടും താമസിക്കാതെ രാജനെ എന്റെ രഹസ്യ സംഗീതത്തിലേക്കും മായയെ എന്റെ രഹസ്യ ബംഗ്ലാവിലേക്കും എത്തിക്കണം. മുതലാളി, എന്റെ മകൻ രവിയുടെ വിവാഹം ഏത് വിധേനയും മുടക്കിത്തരണം. മണവാട്ടി ഉണ്ടെങ്കിലല്ലേ വിവാഹം? അതിനു മുമ്പ് അവളും എന്റെ കിടക്കറയിൽ എത്തിയിരിക്കും. ഓഹോ, അത്യാവശ്യ കാര്യമാണെന്നും പറഞ്ഞെന്നെ വിളിപ്പിച്ചത് സൽക്കരിക്കാനായിരുന്നു അല്ലേ? മേലാൾ അതും ഇതും പറഞ്ഞെന്നെ വിളിച്ചു പോകരുത്. ജന്മദിനമാണെന്ന് പറഞ്ഞു വിളിച്ചാൽ ചേട്ടൻ വരില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഒരു അത്യാവശ്യ കാര്യമാണെന്ന് കള്ളം പറഞ്ഞു വിളിച്ചത്. ചേട്ടാ, ഈ പാലെങ്കിലും കുടിച്ചിട്ട് പോണം. നാരായണ നാരായണ. എടുക്കണേ സ്വാമിജി. സ്വാമിജി, അയ്യോ രാജേട്ടാ, മായേ, സൈനബ എങ്ങനെ ഇവിടെ വന്നു? തുളസിന്റെ വീട്ടിൽ വെച്ച് തുളസിയും നനച്ചിട്ട് പിള്ളമോലാലിന്റെ ആളുകൾ അന്യം പിടിച്ചോണ്ട് പോന്നു. തുളസി രക്ഷപ്പെടുമല്ലോ എന്ന് കരുതി ഞമ്മളും ഉണ്ടാണ്ടിരുന്നു. നീ എങ്ങനെ ഇവിടെ വന്നു? രാജേട്ടൻ പറഞ്ഞത് സത്യമായിരുന്നു സൈനബ. ആ സ്വാമി നമ്മളെല്ലാവരെയും ചതിക്കായിരുന്നു. ആര്? സ്വാമിയോ? അതെ, ആ കള്ളസ്വാമി എന്നെ പറഞ്ഞു പറ്റിച്ച്
രാജേട്ടനെ പിടിച്ചുകൊണ്ട് ഏതോ രഹസ്യ സങ്കേതത്തിലേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് ചന്ദ്രേട്ടനെ ഉടനെ വിവരം അറിയിക്കണം. സ്വാമിജിയുടെ ആളുകൾ രാജേട്ടനെ ഏതോ രഹസ്യ സംഗീതത്തിലേക്ക് പിടിച്ചോണ്ട് പോയിരിക്കുകയാണ്. രാജേട്ടന്റെ ജീവൻ തന്നെ അപകടത്തിലാണ്. വേഗം പോകൂ ചന്ദ്രേട്ട. പിള്ളേ, ബ്ലോക്ക് എവിടെയാണ് ഇരിക്കുന്നതെന്ന് നീ പറഞ്ഞു തരികയില്ലല്ലേ? ഗ്ലാഡീസ്, അല്പസമയം കൂടി ഇവർ നൽകാം. 1, 2, 3, 4, 5, 6, 7 and 8.
അവസാനത്തെ കത്തി ഇവന്റെ നെഞ്ചിലെ പുഷ്പത്തിൽ തറച്ചിരിക്കണം. ഓക്കെ, കമോൺ മിസ് ക്ലാരിസ്. രാജനെ അഴിച്ചുവിടാനാ പറഞ്ഞത്. രാജനെ അഴിച്ചുവിടൂ. ഇപ്പോൾ നിനക്ക് അവനെ വേണോ അതോ ഇവരെ വേണോ? പിടിച്ച് കിട്ടണ ഇവനെയും. ഉത്സവത്തിന്റെ അന്ന് പിടിച്ചെടുത്ത ബ്ലോക്ക് എവിടെയാണെന്ന് പറഞ്ഞാൽ ഇവരെ ഇനിയും ജീവനോടെ കാണാം. ബ്ലോക്ക് ഇരിക്കുന്ന സ്ഥലം പറഞ്ഞാൽ ഇവരെ വെറുതെ വിടാം. ആ ബ്ലോക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവരെയും നിങ്ങളെയും വിടാം. കാളി ക്ഷേത്രത്തിലെ ചന്ദ്ര പറയരുത്. നിവൃത്തിയില്ല രാജൻ. അപ്പോ നീയും വാഗ്ദാനം ലംഘിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യമെല്ലാം തകരും. ഇല്ല രാജൻ, ആ കുടുംബത്തെ തകർത്തവനാണ് ഞാൻ. അവരെ രക്ഷിക്കേണ്ട ചുമതല ഇന്ന് എന്റേതാണ്. ഒരു നിവൃത്തിയില്ല. ആ ബ്ലോക്ക് കാളി വിഗ്രഹത്തിന്റെ താഴെയുണ്ട്. പറഞ്ഞാ കേട്ടില്ലേ?
ഗവർണർ ബ്ലോക്ക്. ഗുഡ്. ചിലപ്പാ ഇതാ പരിശോധിച്ച് നോക്കൂ. ശരി സാർ. ഹലോ, ഗോപാലനാണ്. ഐജിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസുകാർ കാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ രഹസ്യസംഖ്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ നീങ്ങിയിരിക്കുന്നത്. വാട്ട്? പോലീസ് ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നടപടികളെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകാറുള്ള നമ്മുടെ ആൾക്കാരെന്താ ഒന്നും മിണ്ടാതിരുന്നത്? നോ 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 സംതിങ് ഇസ് റോങ് സംവെയർ. എവിടെയോ എന്തോ കുഴപ്പമില്ല. മുതലാളി, ഇതിനുള്ള ട്രാൻസ്മിറ്റർ. വാട്ട്? ട്രാൻസ്മിറ്റർ. ബാബു, ഇവൻ ആരാണെന്ന് നിനക്കറിയാമോ? അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അർഹിക്കുന്ന സ്ഥാനം കൊടുത്തിരിക്കുന്നത്? അല്ല, പോലീസ് ഓഫീസറായി ഇവൻ കുറ്റം ചെയ്തിട്ടല്ല ജയിലിൽ വന്നത്. കുറ്റവാളിയായി അഭിനയിക്കുകയായിരുന്നു. എന്തിനാണെന്നോ? ശക്തന്മാരായ നിങ്ങൾ രണ്ടുപേരുടെയും സഹായം സ്വയം നേടുവാൻ വേണ്ടി. പോലീസ് സംഘവുമായി ഇവൻ നേരിട്ടിവിടെ വന്നാൽ കാറ്റിനുള്ളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവന്റെ കഥ കഴിയുമായിരുന്നു. കാരണം ഞങ്ങളുടെ ചാരന്മാർ പോലീസ് സംഘത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇവൻ കുറ്റവാളികളായ നിങ്ങളെ സമീപിച്ചത്. ഇവൻ അതിബുദ്ധിമാനാണ്. വജ്രം മുറിക്കാൻ വജ്രം തന്നെ വേണ്ടിവരുമെന്ന് ഇവൻ അറിയാമായിരുന്നു. പക്ഷേ ഇൻസ്പെക്ടർ രാജൻ, ഈ നാടകത്തിൽ നിങ്ങൾ വിജയിച്ചിട്ടില്ല. മിസ്റ്റർ പിള്ളൈ, കം. പോലീസ് ഇവിടെ എത്തുന്നതിന് മുൻപ് ഈ സങ്കേതവും തകർത്തുകൊണ്ട് കണ്ണെത്താത്ത ദൂരത്തിൽ ഞങ്ങൾ എത്തി. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. ഗൂഡ്സ് ട്രെയിൻ ഒരുങ്ങിക്കഴിഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ഈ സങ്കേതവും നീയും കത്തിച്ചാമ്പലാകും. ബുദ്ധിപൂർവം എന്നെ നശിപ്പിക്കുവാൻ നീ കൊണ്ടുവന്ന രണ്ട് കുറ്റവാളികൾ ഒരാൾ നിന്റെ കൂടെയുണ്ട്, മറ്റൊരാൾ എന്റെ കൂടെ. ഇനി നിനക്ക് കാണണോ എന്നെ നശിപ്പിക്കുവാൻ നീ കൊണ്ടുവന്ന ആൾ സ്വാമിജിയുടെ കാലിൽ തൊട്ട് തൊഴുന്നത്? ബാബു, എന്റെ സമ്പാദ്യങ്ങളിൽ പകുതി നിനക്കുള്ളതാണ്. ഒപ്പം എല്ലാ സുഖ സൗകര്യങ്ങളും. ഒരേ ഒരു പ്രാവശ്യം നീ ഇവന്റെ മുൻപിൽ വെച്ച് എന്റെ കാലിൽ തൊട്ട് വന്നിക്കണം. ബാബു, എന്താടാ? ഒരു സുഖവും സമ്പാദ്യവും എനിക്ക് വേണ്ട. ആത്മവഞ്ചന ചെയ്ത യവനേക്കാൾ എത്രയോ പുണ്യവാനാണ് അങ്ങ്. യവന്റെ മുൻപിൽ വെച്ച് തന്നെ ഞാനത് ചെയ്യും. യവനത് കണ്ടിൽ ലജ്ജിക്കട്ടെ. Bash my boy. ആയുധങ്ങൾ താഴെയിടാൻ പറയൂ. ആയുധങ്ങൾ താഴെ താഴെ. ചന്ദ്ര, നീ ഗീതയും കുഞ്ഞിനെയും കൊണ്ട് പൊയ്ക്കല്ലോ.
എടാ, ഇത്രയും കാലം നീ സ്വാമി വേഷം കെട്ടി ഈ ഗ്രാമവാസികളെല്ലാം കബളിപ്പിച്ചില്ലേ? ഈ സന്ദർഭത്തിന് വേണ്ടിയാണടാ ഞാനും ഈ വേഷം കെട്ടിയത്. ചന്ദ്ര, നീ പൊയ്ക്കൊള്ളൂ, ഞങ്ങൾ അങ്ങെത്തിക്കോളാം. നടക്കണം. രാജനവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. വരൂ, ഇതിലേ പോകാം.
രാജൻ, ഞാൻ നിങ്ങൾക്ക് തന്ന വാഗ്ദാനം നിറവേറ്റു. ബാബു, അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു കരയരുതെന്ന്. കരയരുത്. ബാബു, ഒരു നല്ല കാര്യം ചെയ്ത് സംതൃപ്തിയോടെയാണ് ഞാൻ പോകുന്നത്. ഓ, ജീവിതം മുഴുവൻ പാപം മാത്രം ചെയ്ത് ഞാൻ രാജൻ മനസംതൃപ്തിയോടെയാണ് പോകുന്നത്. ബാബു, ചന്ദ്ര, നിന്റെ കൈകളെ ബന്ധിക്കാൻ ഞാൻ അശക്തനാണ്. പക്ഷേ നിയമം അനുവദിക്കുന്നില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഇത്രയധികം സഹായം ചെയ്ത് നിന്നെ ശിക്ഷയിൽ നിളവ് ചെയ്യാൻ നീതിപീഠത്തോട് ഞങ്ങൾ അപേക്ഷിക്കാം. ഞാൻ എത്രയോ പ്രാവശ്യം ജയിലിൽ പോയിട്ടുണ്ട്. അന്നൊന്നും എന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഇന്ന് കരയുകയാണ്.